ചോദ്യത്തിന്റെ അവസാനത്തിൽ പറഞ്ഞു ഈ ഹദീസ് സ്വഹീഹാണെങ്കിൽ അത് സ്വഹീഹാകാനുള്ള മാനദണ്ഡം അല്ലെങ്കിൽ അത് സ്വഹീഹാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് അതുകൂടി ഒന്ന് വിശദീകരിച്ച ശേഷം ഇത് ലൈഫാകാനുള്ള കാരണം എന്താണ് എന്നുള്ളത് പറയാം. സ്വഹീഹാവാൻ 5 മാനദണ്ഡമാണുള്ളത്. താങ്കൾ അന്ന് പറഞ്ഞു ബുദ്ധിക്കെതിരായാൽ തള്ളണം എന്ന് ഉസൂൽ കിതാബിലുണ്ട്. അതാ താങ്കൾ അന്ന് പറഞ്ഞത്. ഞാൻ ഇവിടെ പറഞ്ഞു അങ്ങനെ ഒരു ഉസൂൽ കിതാബിൽ പറഞ്ഞിട്ടില്ല. ബുദ്ധിക്കെതിരായതൊക്കെ തള്ളണം എന്ന് പറഞ്ഞിട്ട് ആരെ ബുദ്ധി കൊള്ളാത്ത ഒഴിവാക്കണം എന്ന അർത്ഥത്തിൽ ഒരു ഉസൂൽ കിതാബിലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. സ്വഹീഹാവാൻ 5 മാനദണ്ഡമുണ്ട്. ഒരു ഹദീസ് സ്വഹീഹാവാൻ 5 മാനദണ്ഡം. 1, സനദ് ചേർന്നു വരണം, മുത്തസിൽ സനദാവണം. ഇടയ്ക്ക് വെച്ച് കണ്ണു മുറിയാൻ പാടില്ല. ഈ ഹദീസിൽ സനദ് ചേർന്നു വന്നിട്ടുണ്ട്. അതേപോലെ നീതിമാന്മാരായ റിപ്പോർട്ടർമാരാവണം ഉദ്ധരിക്കുന്നത്. ഈ ഹദീസ് ഉദ്ധരിച്ച റിപ്പോർട്ടർമാരെല്ലാം നബിയിൽ നിന്ന് ഒന്നിലധികം സഹാബിമാർ ഉദ്ധരിച്ചു, അവരിൽ നിന്ന് ഒന്നിലധികം താബഈകൾ ഉദ്ധരിച്ചു, അവരിൽ നിന്ന് ഒന്നിലധികം താബിഈകൾ ഉദ്ധരിച്ചു. പല പരമ്പരകളിലായി ആ ഹദീസ് വന്നു. ആ റിപ്പോർട്ടർമാർ വിശ്വാസയോഗ്യരാണ്. അതാണ് രണ്ടാമത്തെ നിബന്ധന. അതേപോലെ താമം പൂർണ്ണമായ ഓർമ്മശക്തിയുള്ളവരാവണം റിപ്പോർട്ടർമാർ. ഈ ഹദീസിന്റെ പരമ്പരയിൽപ്പെട്ട ഒരു റാവിയെ കുറിച്ച് പോലും അദ്ദേഹം ഓർമ്മശക്തി ഇല്ലാത്തവനാണെന്നോ ഹിഫ്ദില്ലാത്തവനാണ് എന്നോ പറഞ്ഞിട്ടില്ല. 4, ശാദാകാൻ പാടില്ല, ശുദൂദാകാൻ പാടില്ല. പ്രഗത്ഭരായ വിശ്വസ്തരായ സ്വീകാര്യരായ ഹദീസുകൾക്കെതിരായി ഒറ്റപ്പെട്ട റിപ്പോർട്ടായി വരാൻ പാടില്ല. 5, ഇല്ലത്ത്, പോരായ്മകൾ, ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. ഈ 5 നിബന്ധന ഒരു ഹദീസിൽ പൂർണ്ണമായാൽ ആ ഹദീസ് സ്വഹീഹായി. ഈ ഹദീസിൽ ആ 5 നിബന്ധനയും പൂർണ്ണമാണ്. അന്ന് ഇടയ്ക്കിടെ വെച്ച് ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നു, വിശുദ്ധ ഖുർആനിൽ നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്നൊരു ആയത്തുണ്ടെങ്കിൽ ഇത് ആയത്തിനെതിരാണെന്ന് പറയാം. നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടില്ല എന്നോ ബാധിക്കുകയില്ല എന്നോയുള്ള ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ടെങ്കിൽ ആ ആയത്തിന് എതിരാകുമായിരുന്നു. പക്ഷെ അങ്ങനെ ആയത്ത് ഖുർആനിൽ ഇല്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞത് ഏതാ? ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറ എന്ന ആയത്താണ്. അതുകൊണ്ടാണ് ഞാൻ അന്ന് താങ്കളോട് ഒരു അനുജൻ എന്ന നിലയ്ക്ക് വളരെ സൗമ്യമായി പറഞ്ഞത്. ഈ ഹദീസ് വിശദീകരിച്ച അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഇത് ഇന്ന ആയത്തുകൾക്കെതിരാണെന്ന് പറയുകയോ ഈ ആയത്തുകൾക്കാണ് ആരെങ്കിലും ഈ ആയത്ത് വിരുദ്ധമായി ഇങ്ങനെ ഹദീസുണ്ട് അത് തള്ളേണ്ടതാണ് ദഈഫാണെന്ന് പറയുകയോ ചെയ്തിട്ടില്ല. മാത്രവുമല്ല ഈ ഹദീസ് ദഈഫാണെന്ന്, ദുർബലമാണെന്ന്, അസ്വീകാര്യമാണെന്ന് ലോകത്ത് അഹ്ലുസുന്നയുടെ ഹദീസ് പണ്ഡിതന്മാരായ നേതാക്കന്മാരിൽ ഒരു മുഹദ്ദിസും രേഖപ്പെടുത്തിയിട്ടുമില്ല. ഹദീസ് ദഈഫായ എന്നൊരാളും പറഞ്ഞിട്ടില്ല. സ്വഹീഹ് ബുഖാരിയിലെ പല ഹദീസുകൾക്കും വിമർശനം പറഞ്ഞ പണ്ഡിതന്മാർ മുൻകാലം ഉണ്ടായിട്ടുണ്ട്. ഇമാം ദാറുഖുത്നി അതിൽ ഒരു പ്രഗത്ഭനാണ്. ആ ഇമാം ദാറുഖുത്നി പോലും ഈ ഹദീസിൽ വിമർശനം പറഞ്ഞിട്ടില്ല എന്നതും പ്രത്യേകം ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ഹദീസ് സ്വഹീഹാണ്, ഒരിക്കലും അത് ദുർബലമല്ല, ദഈഫല്ല. ഒരു പക്ഷ സുഹൃത്തിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട് എന്ന കാരണം കൊണ്ട് ഒരു ഹദീസ് ദഈഫാവില്ല. ദഈഫല്ല, സ്വഹീഹ്